സാധാരണഗതിയിൽ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ അങ്ങനെ പുറത്തുനിന്ന് ആൾക്കാരെ ജോലിക്ക് അങ്ങനെ വിളിക്കാറില്ല കേട്ടോ. ഒട്ടുമിക്ക എല്ലാ ജോലികളും ഞങ്ങളൊക്കെ തന്നെയാണ് ചെയ്യാറ്. അതിപ്പോൾ എൻ്റെ വീടായിരുന്നാലും ശരി തന്നെ, എൻ്റെ കൂട്ടുകാരുടെ വീടായിരുന്നാലും ശരി തന്നെ കേട്ടോ. ഇന്നിപ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ ചെറിയൊരു കോൺക്രീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ കോൺക്രീറ്റ് ചെയ്യാനായിട്ട് ഒന്ന് കുറച്ച് കോൺക്രീറ്റ് അങ്ങ് ചെയ്ത് കേട്ടോ. ഒരുപാട് നാളായി ശരീരമൊക്കെ ശരിക്കും ഒന്ന് അനങ്ങിയിട്ട്. നാട്ടിൽ വന്നതിന് ശേഷം അങ്ങനെ അധികം പുറത്തോട്ടൊന്നും ഇറങ്ങിയിട്ടില്ലായിരുന്നു. ഇപ്പം നാട്ടിലോട്ട് ഇറങ്ങിയതിന് ശേഷമുള്ള ഫസ്റ്റ് ജോലിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ എൻ്റെ വീട്ടിൽ പോയിട്ട് ഇച്ചിരി കോൺക്രീറ്റ് എല്ലാം അങ്ങ് കുഴച്ച് സെറ്റാക്കി കളഞ്ഞു കേട്ടോ. ഇച്ചിരി പാടുണ്ടായിരുന്നു, കാരണം ഒരുപാട് ദിവസം കൊണ്ട് ശരീരമൊന്നും അനങ്ങാത്തതുകൊണ്ട് ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇതാണ് ഋത്തുക്കുട്ടി. ഋത്തുക്കുട്ടിയായിരുന്നു നമ്മൾ എന്താണ് സൂപ്പർവൈസർ ഋത്തുക്കുട്ടിയായിരുന്നു. ഋത്തുക്കുട്ടിയുടെ നിയന്ത്രണത്തിലായിരുന്നു നമ്മൾ ഫുള്ള് വർക്കെല്ലാം സെറ്റാക്കിക്കൊണ്ടിരുന്നത്. നമുക്ക് പണിയെടുക്കാനായിട്ട് ആരോഗ്യവും മനസ്സുമുള്ള സമയത്ത് നമ്മൾ എന്തിനാണ് പുറമേ നിന്ന് ആൾ വിളിക്കുന്നത്? അപ്പോൾ നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം നമ്മൾ ചെയ്യുക. എന്നിട്ട് നമ്മളെ കൊണ്ട് കയ്യിൽ നിൽക്കാത്തത് വേണ്ടി മാത്രം വരുമ്പോഴത്തേക്ക് പുറത്തുനിന്ന് വിളിക്കുക. അപ്പോൾ നമ്മൾ കയ്യിൽ നിൽക്കാത്തത് ചെയ്യുമ്പോഴത്തേക്ക് കയ്യിലൊക്കെ ഇതുപോലെയൊക്കെ പൊട്ടൊക്കെ ചെയ്യും. സാരമാക്കരുത്, അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമേ അല്ല. ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ചിക്കൻ ബിരിയാണിയൊക്കെ വാശി ഇതുപോലെ ഇങ്ങനെ വളഞ്ഞിരുന്ന് കഴിക്കുമ്പോഴത്തേക്ക് ആ ഒരു വേദനയും പൊട്ടലും എല്ലാം അങ്ങ് മാറിക്കോളും. അതൊരു വല്ലാത്തൊരു സുഖം തരുന്ന ഒരു പരിപാടിയാണ്. പ്രത്യേകിച്ച് നമ്മൾ കൂട്ടുകാർക്ക് വേണ്ടി ചെയ്യുമ്പോഴത്തേക്ക് അത് കുറച്ചുകൂടി ഒരു സുഖം കൂടും. കാരണം നമ്മുടെ വീട്ടിലവർ ചെയ്തു തരുന്നതാണല്ലോ.